അല്ല ഇവൻ ഏതാടാ? പേട്ടയിരുന്നേ പത്രം വായിക്കണണ്ട. എടാ നീ വരൂലേ? പിന്നെ ജോർജേട്ടാ വന്നേക്കണേ. ആഹാ മധുവേ, ജോർജേട്ടോ രാവിലെ തന്നെ അരിവെപ്പാണല്ലേ? അരിവെച്ച് ഇന്ന് നമ്മുടെ അയൽക്കാർക്ക് ഇട്ട് വെക്കുവാ. എന്റെ പൊന്ന് ജോർജേട്ടാ, നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഈ വഴിയൊന്ന് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ലേ? ചെയ്ത പണിയുടെ ബില്ല് ഇതുവരെ പാസ്സായിട്ടില്ല. പോയി പല്ലിയൊക്കെ കുളിക്കല്ലോ ചെയ്യടാ, നേരെ ഉച്ചയായി. അമ്മേ പുട്ട് പുട്ട് വെച്ചാ പല്ലി കഴിക്കുന്നേ. നിങ്ങൾക്ക് വായിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാ പത്രം വരുത്തണത്? വർഗീസേട്ടോ മണി 10 നിർത്താറായില്ലേ? കൂട്ടാ, നമ്മളെ വർഗീസേട്ടന്റെ ഗ്ലാമറിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? ഈ കസറത്താണ്. ആ കൊച്ചിനെ വിളിച്ച് എണീപ്പിച്ച് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണേ. എന്താണ് ചവിട്ടുകാടോ? വർഗീസേട്ടാ, ഞാൻ പപ്പനാവൻ ഡ്യൂട്ടി കാണും. പിന്നെ വൈകുന്നേരം ചെറുതുറണം വാങ്ങണ്ടേ? അതിനാ നമ്മൾ വാങ്ങണത്. ആ ഗോകുല് നേരത്തെ പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ? ആരെങ്കിലും വാങ്ങും, ഞാൻ അടിക്കാൻ കൂടാ. വെള്ളം ചൂടാക്കിയാ എടാ ജീവിറ്റേ, ഇന്ന് ആ മീൻ്റെ കാര്യം സെറ്റാക്കിയല്ല നമുക്ക്. നീ അവിടെ പോയി അടുത്തിടി അടിക്കാനുള്ള പരിപാടിയാണോ? അയ്യ, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞല്ല മല മറിച്ചെന്ന്. ഇപ്പൊ എന്താ പേടിയാവണ്ട? എന്തിനാ പേടിക്കണത്? നമുക്ക് പോവാ. ഉച്ചണ്ട് പോയ പോരെ? എപ്പാ? ഉച്ചണ്ട് പോവാന്ന്. ആലു പാലെടുക്കാൻ പോയിട്ടുണ്ട്. മാട്ടെ. അവിടെ കഴുകല്ലേ, അതിന്റെ പൈപ്പ് താഴ്ത്ത് പൊട്ടിയിരിക്കുകയാണ്. അമ്മക്ക് ഗ്യാസിൽ വെച്ചാ പോരെ, അടുപ്പിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓ ഗ്യാസ്, ഈ അടപ്പിൽ വെച്ച് ഉണ്ടാക്കണ രുചിയൊന്നും ഗ്യാസിൽ വെച്ച് ഉണ്ടാവൂലടി. സൂപ്പർ ആണോ? നോക്കേ എങ്ങനെയുണ്ട്? ഉപ്പില്ലേ? ഉപ്പൊക്കെ മതി. ഓ പൈപ്പ് തുറക്കല്ലേ. ബീനേ, അനി വന്നേ മോളെ. കോഴി തണിയാരല്ലേ കറിയിക്കണം. പോയോ ബീനേ, ആനി ഇങ്ങ വന്ന്. എന്തേച്ചി? ഇത്തിരി കറിയാ, ചൂടുണ്ടേ? ഞാൻ അതിന് തോരനെടുക്കട്ടെ? വേണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടാവില്ലെന്നറിയാം. ഇല്ല, ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ അമ്മ ഇല്ലാത്തോണ്ട് ഇക്കൊല്ലം ഇങ്ങനെ പോട്ടെ എന്ന് വെച്ചു. ആകോ വന്ന് ചോറ് വയ്ക്കാൻ നോക്ക്. ഞാൻ അപ്പുറത്തുനിന്ന് കഴിക്കാം. ചേച്ചി നമ്മളെപ്പോഴാ പോണേ? ഒരു 5 മണിക്ക് പോവാണി. ഓ, ഞാൻ അവളെ വിളിച്ചേച്ചും വരാം. ആകോ, ഇനി ഞാൻ വിളിക്കില്ല കേട്ടോ. കൊള്ളാല്ലേ ബീനേ? ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാല്ല. ഇതും കൊള്ളാല്ല. ഇത് മതി ചേച്ചി. വാ, ശരി നടക്കോളെ. ഇത് മതിയാ? ഇത് ധാരാളം മതിയില്ലേ? ഇതുകൊണ്ട് അതും അത് മതി. ഇത്രയുള്ളൂ? നിനക്കൊക്കെ ഇത്ര മതി. പിന്നെ കുട്ടൻ എന്തിടാ, അവൻ നന്നായോ? കുട്ടൻ നന്നായി. ദേ ഇവന്റെ തന്തടൊപ്പം പോയിക്കണ്, പരീസന്റെ ഒപ്പം. അതെ, ഇനി അവന്മാരെ എവിടെ വെച്ചോണ്ടല്ലോ പരിപാടി തീർക്കണോട്ടാ. പരിപാടി തീർക്കും, കൊറേ തീർക്കും. ഞാൻ കണ്ടു. എന്ത് കണ്ടെന്ന്? ഞാനാണ് രണ്ടെണ്ണം പൊട്ടിച്ചറിയാമോ? നോ ഡയലോഗ്. ഇനി അവന്മാരുടെ തല്ലുകൊണ്ട് ഇവിടെ വന്ന് അരി വറക്കാൻ നിന്ന പോടാ. അരി വറുക്കണം, ചായ കാച്ചണം, അത് കുടിക്കണം, കിടന്നുറങ്ങണം. അരി വറുക്കണം, ചായ കാച്ചണം, അത് കുടിക്കണം, നിർത്തി മതി മതി. ഒച്ച ഉണ്ടാക്കല. അപ്പനുണ്ട് ഇവിടെ. എടാ ആകെയുള്ള ഒരു പരത്താമസല്ലേ, നിന്റെ അപ്പൻ്റെ പോയി പണി നോക്കാൻ പറ. എടാ നിന്റെ അപ്പന്റെ കാര്യത്തിൽ ഞാൻ എന്റെ അപ്പന്റെ കാര്യം പറഞ്ഞു. നിന്റെ അപ്പന്മാരെ കൊണ്ട് കുഴിച്ചു മൂട. ആകോ ആകോ വന്നേ, ഡ്രസ് മാറിയിട്ട് പോയാ മതി. അപ്പോഴേക്ക് ഒരു ഓട്ടം. അയ്യോ, ഇത് ആരാടി തുറന്നിട്ടത്? മൊട്ടയില്ലല്ലോ, കോഴിനെ കാണാനില്ല. ഓ, അതാ പറമ്പിലെങ്ങാനും കാണും. ആദ്യത്തെ മുട്ടയായിരുന്നു. ആ താക്കോലും കന്നേ. അയ്യോ ഡേ, നീ ആ മീനിന്റെ വീട്ടിൽ പോയി നോക്കിയേ, കോഴി മുട്ടിട്ടുണ്ടെന്ന്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്ന് പോയെന്റെ അമ്മച്ചി അവിടുന്ന്. നീ പെരപ്പുറത്തങ്ങനെ ഇട്ട് കാണുമോ? കൊണ്ടാലും സൺസൈഡിന്റെ പുറത്തോട്ട് കയറി.
നടക്കാൻ അറിഞ്ഞൂടെ? പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ എത്തി. ഈ ചെറുക്കം വല്ല ചെകുത്താനാണ്. അതെല്ലോ നമ്മടല്ലേ മോൻ. ആയ് നല്ല വർക്കത്ത്. കഷ്ടമല്ലേ. ആ തിളച്ച ഇന്നും കൂട്ടിൽ മുട്ടയില്ല. നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ? ഇപ്പൊ പറ്റിയ സമയമുണ്ട്. നീ ഒന്ന് പോയേ മേരി. കാലത്തെ വേറെ വല്ല പണിയും നോക്കും. വഴി മുട്ടയിട്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും. മുട്ട കാലത്ത് ഇടൂലേ? ഇതും പോയത് തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ആ അപ്പാ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ അവനെയും കൂടെ കൊണ്ടുവെക്കോ. അവൻ രാവിലെ എങ്ങാണ്ട് പോയല്ലോ. നിങ്ങൾ കുളിച്ചാ? ദാ. വേണ്ടായിരുന്ന ആ കഴിക്കുമോളെ. അവള് കഴിച്ചു തന്നെ. ഒന്ന് ചോദിക്കോ? എന്ത്? 2 ദിവസം ഇപ്പൊ മുട്ട കാണാത്തത്. ഇതൊരു ശല്യമായല്ലോ. അവളെ അമ്മായിയുടെ ഒരു കോഴിയും മുട്ടയും. എന്നാ അത് കഴിക്കണമെങ്കിൽ ഇത് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തെണ്ണൂല്ലല്ലോ. മിണ്ടായിരുന്നൂടെ? നീ പൊടി. തീകലേക്ക് കൊണ്ട് വെച്ചേക്കുന്നോ? ആ പുള്ളി എന്തായാലും ആവട്ടെ. വാ. വർഗീസേ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നേടാ. അപ്പനെന്ത് ചെയ്യാ മോളെ? തോമസേട്ടന്റെ വീട്ടിൽ പോയിക്കാ. ബ്രിട്ടാസ് കാലത്ത് ഉണ്ടല്ലോ. അമ്മേ ദേ വിളിക്കണു. എന്താ ജോർജേട്ടാ? ഒന്നുമില്ല. അതെ ഞങ്ങളുടെ കോഴി ഒന്ന് നിന്റെ വീട്ടിൽ മുട്ടിയിട്ടാ? ഇല്ല. എന്താ ചേച്ചി? ആ ഞാൻ പറഞ്ഞില്ലേ. വാ പോവാ. ഒന്ന് അവിടെ വെച്ചാ നോണ. ഞാൻ കണ്ടല്ലേ നിങ്ങളുടെ സൺഷൈഡിൽ കോഴിയൊക്കെ എടുത്ത്. സൺഷൈഡിലോ? അന്ന് അവിടെ ഉണ്ടാവും. ആനി ആ സൺഷൈഡിലൊന്ന് കയറി നോക്കിയേ. എന്തിനാണ് പിന്നെ ഈ നാടകം കളിക്കണത്? നാടകോ? ചേച്ചി എന്താണ് ഈ പറയണത്? ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരില്ലേ? ആ എന്തിനാ എന്റെ മേരി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുട്ടയുടെ കാര്യമല്ല, അവരെടുത്തോട്ടെ. നീ വാ. ഒന്നല്ല ഇപ്പൊ 2ആയി. ജോർജേട്ടാ ആ പറഞ്ഞത് ശരിയായില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ, നോക്കിട്ട് പോയാ മതി. എന്തോ അപ്പ അത്? അവക്ക് ആരാണ്ട് കോഴി മുട്ടയിൽ സുദ്രം ചെയ്ത് കൊടുത്തെന്നാ തോന്നണേ. അല്ലാതെ പിന്നെ നീ കയ്യിന്ന് വിട്. ഞാൻ സംശയം ചോദിച്ചാണ്. ഇതെന്താണ്? കേറി നോക്കിട്ട് പോയാ മതി. ഇവക്കടെ ഒരു കാര്യം വിടാൻ. നോക്കിട്ട് പോയാ മതി. കടയിൽ വിട്ട് വാങ്ങിപ്പിച്ചതാന്ന്. അവളുടെ ഒരു കട. ചേച്ചി നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. മതി. എടി കൊച്ചേ, നീ എന്ത് കാണാൻ നിൽക്കണം? ചേച്ചി ഇത് നിങ്ങളുടെ കോഴിയുടെ മുട്ട. ഞാൻ പറഞ്ഞത് എന്തായി? മുട്ടതേ തട്ടിലി 1 അല്ല 2 എണ്ണം. എന്റെ പൊന്നു ചേച്ചി അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാന്ന് പറഞ്ഞില്ലേ? പെണ്ണുമ്പളെ വേറെ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞല്ലോ.
നിന്റെ പേരുടെ മോളെ കോഴി വെക്കണം ഞാൻ കണ്ടില്ല. ഓ, എന്റെ ജോർജ് ഞാൻ ഏട്ടാ, പറഞ്ഞതാ. എന്തൊക്കെയാണ് ഈ പറയണത്? നീ എന്താടി പറഞ്ഞത്? നിന്റെ ഓർജ്ജ നീ അങ്ങോട്ട് കയറി പോണത്. എടി, ഇങ്ങോട്ട് അയ്യോ, എന്നാ ഞാനിവിടെ ഒരു ബോർഡ് വെച്ചേക്കാം. കോഴികൾക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു എന്റെ തള്ള അതിന്റെ മേലെ തീറ്റം തേടി പോയതായിരിക്കും. എവിടെയെങ്കിലും പോയി നോക്കടി. അതിനെ എനിക്കെന്താണ്? അമ്മച്ചി ഇവിടെ മുട്ടയൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടി. അവിടെ എന്തിനാണ് നോക്കണത്? എടി, അതല്ല ഇപ്പുറത്ത് ഇറങ്ങടി. ഇപ്പൊ പഠിച്ചത്. ഇറങ്ങി മേരി എടി ഇങ്ങോട്ട് ഇറങ്ങാൻ. എടി നീ എന്നെ എന്തിനാണ് ഈ നോക്കി പഠിപ്പിക്കുന്നേ? എന്താ ജോർജേട്ടാ പ്രശ്നം? മുട്ട അല്ലാതെന്താ? എന്താടി പിന്നെ പ്രശ്നം? എന്റെ പൊന്നു ചേട്ടാ, ഈ തള്ള ഞാൻ മുട്ട കട്ടെന്ന് പറഞ്ഞിട്ട് എടാ പറയസേ, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? എന്റെ മുട്ട അടിച്ച് പറ്റേണ്ട കാര്യമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല വർഗീസ്, അത് തന്നെ ഇവിടുത്തെ പ്രശ്നം. എടി പിന്നെ നീ പോയി ചായ എടുത്തു ചെടി. ആ, ചായ വേണം. മേരി വീട്ടിൽ കയറ്, വീട്ടിൽ കയറി മേരി. എന്നാ ഞങ്ങള് പോവാട്ടോ. വാ, ഞാൻ പറയുന്നില്ല. ഇങ്ങ് വന്നേ. അതെ, ഞാൻ വിളിക്കാട്ടോ. ശരി, ബൈ. അമ്മേ ജീവനാകും പോയാ? ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാമോ? കാലത്ത് ഇറങ്ങി പോവും, രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അതെ, പിന്നെ ആ വറീസിന്റെ ചെറുക്കനായിട്ടുള്ള കൂട്ടുകെട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോ. അമ്മക്കെന്താ പ്രാന്തായ? കാര്യം അന്വേഷിക്കാൻ വന്നേക്കണം. അവിടെ കഴിക്കാൻ ഏത് നേരം ടി വിയിലിട്ട് നോക്കിയിരിപ്പാണ്. ചെറുക്കൻ പറഞ്ഞ പോലെ നിനക്ക് പ്രാന്തായോടി? വന്ന് ക്ഷമ ചോദിക്കണം. ഖത്താർക്കാണ്. കത്തും കമ്പിയൊന്നുമല്ല. അതെ, അവിടെ നിന്നേ. ഇനി നമുക്ക് ആ മേരിയുടെ വീട്ടുകാരായിട്ട് ഒരു ഇടപാടും വേണ്ട കേട്ടാ. നിങ്ങക്ക് എന്തിന്റെ കാര്യമാണ്? കാലത്തൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. കുഴപ്പം കൂടുതലില്ലാണ്ടിരിക്കാനാണ് ഞാനീ പറഞ്ഞത്. കൂടെ ഒരു കോഴി ഇങ്ങോട്ട് വരട്ടെ, കൊന്നു വരവിക്കുന്നു. അതെ, കോഴിക്കറിയാ ഫ്രൈ എന്തുവേണേലും വെക്ക്. ഇപ്പൊ കഴിക്കാൻ വല്ലതുണ്ടാ? എന്തത്ര കളിക്കാൻ? അതെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വന്നില്ലെങ്കിൽ ഇന്നിവിടെ സത്യം ചെയ്തിട്ട് എല്ലാരും കഴിച്ചാ മതി. എന്നാ കഴിക്കണില്ലെന്ന് സത്യം ചെയ്തേക്കാം. എടി പിന്നെ തിരിച്ചു ഓർഡടി. ചോറൊക്കെ പിന്നെ ആദ്യ സത്യപ്രതിജ്ഞ. ആ കൈ ഇങ്ങോട്ട് ഇവിടെ നീട്ടി. ഇലക്ഷൻ ജയിച്ചാ. ഡാ, നീ അവിടെ എന്തെടുക്കാ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാടാ, നിന്റെ തള്ളയുടെ സത്യപ്രതിജ്ഞ ഉണ്ടേ. നിനക്ക് ഇനി പ്രത്യേക ക്ഷണം വേണം. അമ്മ എന്തിനാ ചൂടാണ്? അവളെ അവിടെ ഇരുന്ന് കണ്ടാ പോരെ? പോരാ, ഇതേ കുടുംബം മുഴുവൻ വേണം. എന്നാ മോ മാത്രം ഒഴിഞ്ഞു മാറണ്ട. പിടിക്ക്. ഇന്ന് ഈ സമയം മുതൽ ഏറ്റു ചൊല്ലു മനുഷ്യ. അങ്ങാട് ചൊല്ലിയാ മതി. മേരിയുടെ വീട്ടുകാരുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടാകുന്നതല്ല. ഈ വാക്ക് മാറണമെങ്കിൽ മേരി വന്ന് ക്ഷമ ചോദിക്കണം. ഒന്ന് പോയേ. ക്ഷമ. പിറ്റേന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഈ അമ്മക്ക് പ്രാന്താണ്. നീ ഒന്ന് പോയേ. ചോറ് വിളമ്പേ. ക്ഷമയുണ്ടാക്കാൻ നടക്കണ്. എന്താടി ഒരുമാതിരി? അയ്യാ, ഛെ, മ്ലേച്ഛം. വെറുതെ വേല കളയാൻ വേണ്ടി. അയ്യോ, എന്തെങ്കിലും പറ്റിയാടാ? പ്രശ്നമില്ലടാ, ഇതിനുള്ള മരുന്നൊക്കെ എനിക്കറിയാം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ കറക്കി കുടിച്ചാൽ മതി. ഇന്ന് നീ ഇവിടെ മുട്ടയിട്ടാ മതി. വലിച്ചു പൊട്ടിക്കാൻ നോക്കണ്ട. മുട്ടയിട്ട് കഴിഞ്ഞ് ഞാൻ അഴിച്ചു കിട്ടോളാം.